Good morning. Today we can study how can we find arithmetic mean of a grouped data by shortcut method. Okay, last class നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്തു. ഡയറക്റ്റ് മെത്തേഡ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. ഓക്കെ, 0 to 10, 10 to 20, 20 to 30, 30 to 40 ആൻഡ് 40 to 50. ഇതായിരുന്നു ക്ലാസ് ഇൻ്റർവെല്. കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും കാണാം. 10, 6, 8, 12 ആൻഡ് 5. അങ്ങനെ നമ്മൾ ചെയ്തപ്പോൾ നമ്മൾക്ക് കിട്ടിയ അരിത്തമെറ്റിക് മീൻ 24.02 ആയിരുന്നു ഡയറക്റ്റ് മെത്തേഡിൽ. ഓക്കെ, നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്യുക, നമുക്ക് ഈ സെയിം ആൻസർ ആണോ വരണമെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ മിഡ് വാല്യൂ കാണണം. അതാണ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ 0 to 10 മിഡ് വാല്യൂ 5. അങ്ങനെ ഓരോ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ മിഡ് വാല്യൂസ് എഴുതി. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യണത് നെക്സ്റ്റ് ഒരു കോളം ചെയ്യാൻ പോവുക, ദാറ്റ് ഈസ് ഡി. ഓക്കെ, ഡി എന്ന് പറഞ്ഞത് എക്സ് മൈനസ് എ. ഇതെല്ലാം നമ്മൾ ടാബുലർ ഡാറ്റയിൽ ഈ മെത്തേഡെല്ലാം നമ്മൾ പഠിച്ചതാ. സെയിം മെത്തേഡാണ് ഇവിടെ. ഓക്കെ, ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ. അപ്പം എ 25 ആയിട്ട് എടുത്തു. ഇതിൻ്റെ ഏകദേശം എക്സിൻ്റെ ഒരു മിഡിൽ വരുന്ന വാല്യൂ, ദാറ്റ് ഈസ് 25. സോ എക്സ് മൈനസ് എ എന്ന് പറയുമ്പോൾ 5 മൈനസ് 25 മൈനസ് 20, ദെൻ 15 മൈനസ് 25 മൈനസ് 10, 25 മൈനസ് 25 0, 35 മൈനസ് 25 10, 45 മൈനസ് 25 20. ഇനി നെക്സ്റ്റ് കോളം നമ്മൾ എഴുതി ഡി ഇൻറ്റു എഫ്. എക്സിന് പകരം നമ്മൾ ഇനി ചെയ്യാൻ പോണത് ഡി ആണ്. ഓക്കെ, എഫ് ഇൻറ്റു ഡി എന്നോ ഡി ഇൻറ്റു എഫ് എന്നോ എഴുതാം. അപ്പം ഈ ഡിയും ഈ ഫ്രീക്വൻസിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. ഫ്രീക്വൻസി ആൻഡ് ദിസ് ഡി വി ക്യാൻ മൾട്ടിപ്ലൈ. ഓക്കെ, അപ്പം എഫ് ഇൻറ്റു ഡി എന്ന് എഴുതാം. ഇനി എഫും ഡിയും കൂടെ കഴിയുമ്പോൾ ദിസ് 10 ആൻഡ് മൈനസ് 20 മൈനസ് 200, 6 ആൻഡ് മൈനസ് 10 മൈനസ് 60, 8 ആൻഡ് 0 0, 12 ഇൻറ്റു 10 120, 5 ഇൻറ്റു 20 100. ഓക്കെ, ഇനി നമുക്ക് സിഗ്മ എഫ് ഡി കാണണം. സിഗ്മ എഫ് ഡി എന്ന് പറഞ്ഞാൽ ഈ കോളത്തിന്റെ സം. ഇവിടെ നെഗറ്റീവ് വാല്യൂസ് ഉണ്ട്, പോസിറ്റീവ് വാല്യൂസ് ഉണ്ട്. എന്ത് ചെയ്യും? ആദ്യം നെഗറ്റീവ് വാല്യൂസ് ആഡ് ചെയ്യാം. നെഗറ്റീവ് 200 ആൻഡ് നെഗറ്റീവ് 60, നെഗറ്റീവ് 260 ആൻഡ് 120 ആൻഡ് 100 220. ഇനി ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആയതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്ത് വലുതിന്റെ സൈൻ കൊടുത്തു. 260 മൈനസ് 220 ദാറ്റ് ഈസ് 40. സോ നെഗറ്റീവ് 40 കിട്ടും. ഓക്കെ, സിഗ്മ എഫ് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് 41. അപ്പം ഇനി നമ്മളുടെ ഫോർമുല ഓർത്തോ. ഷോർട്ട് കട്ട് മെത്തേഡിൽ അരിത്മെറ്റിക് മീൻ കാണാൻ എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ സിഗ്മ എഫ്. ഓക്കെ, ഇവിടുത്തെ വാല്യൂ എ ആയി എടുത്തത് 25 ആയിരുന്നു. 25 പ്ലസ് സിഗ്മ എഫ് ഡി നെഗറ്റീവ് 40 ബൈ സിഗ്മ എഫ് 41. ഓക്കെ, നെഗറ്റീവ് 40 ബൈ 41. നെഗറ്റീവ് 40 ബൈ 41 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് 0.98. 40 41 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ. ഓക്കെ, അപ്പോൾ 25 മൈനസ് 0.98 എന്ന് വന്നു. നമ്മളുടെ ആൻസർ 24.02 തന്നെ കിട്ടി. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്ത അതേ ആൻസർ തന്നെയാണ്. ഷോർട്ട് കട്ട് ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നമ്മൾക്ക് ആൻസർ 24.02 അരിത്മെറ്റിക് മീൻ ആയിട്ട് വന്നു. അപ്പോൾ ഈ മെത്തേഡിൽ നമ്മളുടെ കാൽക്കുലേഷൻ ചെയ്യാൻ കുറച്ചും കൂടെ സിമ്പിൾ ആയിരുന്നു. മൾട്ടിപ്ലിക്കേഷനൊക്കെ ഈസി ആയിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ സിമ്പിളായി. ഓക്കെ, ഇനി നെക്സ്റ്റ് മെത്തേഡാണ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. അപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ ഒന്ന് ചെയ്ത് നോക്കാം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.